പ്രസവേത്രീ തേടരുതേ പരിശുദ്ധി സകതായുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാവുന്നതാണ്. നയവാൻപന പോലെ തളർത്തിലുമേ ഹാലേലുയ്യ വളരും അവൻ ലബനോൻ ഗാരകിൽ ഒരു പോലിങ്ങം മോർഗി വറുകി സഹദാ സ്തോമം നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും സദാ നേരത്തിലും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സഹദേന്മാരെ കിരീടം ധരിപ്പിക്കുന്നവനും തൻ്റെ പടയാളികളെ ശ്രേഷ്ഠരാക്കുന്നവനുമായ മോർ സഹദായിക്ക് വിശ്വാസിനും കാവ്യരാജാക്കന്മാർക്കുമെതിരായി ശക്തി നൽകി പോരാട്ടത്തിൽ വിജയിപ്പിച്ചവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് തൻ്റെ ഇഷ്ടനും ഞങ്ങളുടെ കാവൽ പിതാവുമായ മോർ സഹദായുടെ ഓർമ്മയെ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും നാം ആയുസ്സോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്കുലകുഞ്ഞവുമോ സ്വതഹായ കർത്താവേ, നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവത്വത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്ന സുഗന്ധധൂപം പരിശുദ്ധനായ മോർ സഹദായുടെ പ്രാർത്ഥനകളാൽ അംഗീകരിക്കപ്പെടുമാറാകണമേ. കർത്താവേ, അദ്ദേഹത്തിന്റെ വധം നിന്റെ കർത്തൃത്വത്തിന് പ്രീതികരമായ ബലിയായി തീർന്നതുപോലെ അദ്ദേഹത്തിന്റെ അസ്ഥികൾ നിന്റെ ഇടവകയ്ക്ക് കോട്ടയായിരിക്കണമേ. കർത്താവേ, സഹദായുടെ രക്തം പാപപരിഹാരപ്രദമായി തീർന്നതുപോലെ അദ്ദേഹത്തിന്റെ സ്മരണ നിന്റെ ജനത്തിന് സന്തോഷകാലങ്ങളിൽ സമാധാനപരമായി തീർന്ന് അത് വിശുദ്ധ സഭയിൽ നിലനിൽക്കുമാറാകണമേ. കർത്താവേ, സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതാ ദിവസത്തിൽ നിന്റെ വിശുദ്ധന്മാരോട് കൂടെ സഹദായിക്കുള്ള ഓഹരിക്ക് നിന്റെ കരുണയാൽ ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർഗി വറുകി സഹദാ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം.
ബഹുല ബ്രോവൽ റോഹോ കാദീശോ പരിശുദ്ധന്മാരെ നിങ്ങൾ സഭയിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള എല്ലാ ശ്രേഷ്ഠാചാര്യന്മാരെയും ആചാര്യ ശ്രേഷ്ഠരെയും ഈ ബലിപീഠത്തിന്മേൽ ബലിയർപ്പിച്ച് വാങ്ങിപ്പോയിട്ടുള്ളവരെയും നമ്മുടെ പിതാവായിരുന്ന മോർ യുവാനിയോസിന്റെ പിതാവിന്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. താർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്താവീതിന്മൂല പുത്രന്മാർ കാത്തിടുമെങ്കിൽ സൗമൻകാലോ നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും സദാ നേരത്തിലും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങളുടെ മെച്ചിയതമ്പുരാനെ മുൻകൂട്ടി നിന്ന് പ്രാപിച്ച് നിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്കായി കാത്തിരിക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായ വൈദികരെ ആശ്വസിപ്പിച്ചുകൊള്ളണമേ. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നതിനുമായ മിശിഹാ തമ്പുരാനെ നിനക്ക് ഞങ്ങൾ സ്തുതി കരയേറ്റുന്നു. ഹോശോ എനിക്കിതിൻ്റെ ഓർമ്മയെ കഴിയുന്ന സമയത്ത് സ്ഥലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ആയുസ്സിൻ്റെ ദിവസം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ മലിനരും അശുദ്ധരുമാകുന്ന നിന്റെ ദാസരാകുന്ന ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുസന്നതിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ളതായ ഞങ്ങളുടെ സഹോദരന്മാരായ നിർമ്മല പുരോഹിതന്മാർക്കും വെടിപ്പുള്ള ശമാശന്മാർക്കും വേണ്ടി പ്രത്യേകാൽ ഇന്ന് ഞങ്ങൾ ഈ ഓർമ്മ കഴിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠാചാര്യന്മാർക്ക് വേണ്ടിയും നിന്റെ ദൈവയോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ന്യായവിധിക്ക് നീ പ്രവേശിക്കരുതേ. നിന്റെ വിശുദ്ധ മദ്ബഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകൾ അഗ്നിക്കനലുകൾ ചവിട്ടപ്പെടുവാൻ നീ വിട്ടുകൊടുക്കാതെ നിന്റെ സ്വർഗീയ സിംഹാസനത്തിൻ്റെ ചുറ്റും നിത്യം നിൽക്കുന്നതിന് ബലപ്പെടുത്തണമേ. നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ളതായ വായകളും നാവുകളും പൊത്തപ്പെട്ട് മൗനമാക്കപ്പെടുവാനിടയാകാതെ സദാ നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ തക്കവണ്ണം അവയെ നീ ശക്തിപ്പെടുത്തണമേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ളതായ കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി തീരാതകവണ്ണം അവയെ അന്ധകാരമയപ്പെടുത്തരുതേ. നിന്റെ ദിവ്യശോഭ ദർശിക്കുന്നതിന് പ്രകാശശോഭിതമാക്കണമേ. നിന്റെ വിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ളതായ കൈകൾ അഗ്നിക്കനലുകളാൽ ചുരപ്പെട്ടുകൂടുവാൻ
നീ വിട്ടുകൊടുക്കാതെ നിന്റെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ പോലെ നിന്റെ മുമ്പിൽ കുരുത്തോലകൾ പിടിച്ചു നിൽക്കുന്നതിനിടയാക്കണമേ. കാരുണ്യവാനായ കർത്താവേ, അവർക്ക് വേണ്ടിയുള്ളതായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ളതായ പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ച് ക്ഷമിക്കുമാറാകണമേ. കർത്താവേ, നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങൾ നിറവുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാറക്കുമോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. നിർമ്മാലമദ്ഭകായിൽ കാത്രോ സ്നേഹാൽ ശുശ്രൂഷിച്ചോരാം വൈദികരെ പെഞ്ചല്ലും നിറയന്മാർ ദേവാകാരെ പാറയ്ക്കുമോർ ഭംഗ്യാ ദൈവസുതാ നിന്നെ സൂക്ഷിച്ചൊരു വൈദികരെ നിന്നാഗമനമഹാനാളിൽ ഓർത്തുമുഖപ്രഭയേണമേ മുറിയോടാകെ വിലയുമാകാരേ ആചാര്യേശ ദൈവത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയരായ റമ്പാച്ചൻ, ആദരണീയരായ എൻ്റെ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വിശ്വാസികളെ, ഗീവറി സഹദായുടെ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഏവരുമേ, പെരുന്നാൾ പെരിയ നാളാണ്. അതായത് വലിയ അഥവാ ശ്രേഷ്ഠമായ ദിവസമെന്നാണ് അർത്ഥം. വിശുദ്ധ ഗീവറി സഹദായുടെ പെരുന്നാൾ ഐക്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സന്ദേശമാണ് നൽകുന്നത്. പെരുന്നാളിൻ്റെ ഭാഗമായി റാസ നാം എല്ലാവരും ഒന്നാണെന്ന സന്ദേശമാണ് നാടിന് നൽകുന്നത്. ഒരേ ആത്മാവിൻ്റെ ഭാഗമായി നാം വിവിധ ശരീരങ്ങളായി കാണപ്പെടുന്നു. ജാതിമത ചിന്തകൾക്ക് അതീതമായ പങ്കാളിത്തം റാസയിൽ നമുക്ക് കാണാം. പെരുന്നാളിന്റെ പുണ്യം റാസ നാട് മുഴുവൻ നൽകുന്നു. പെരുന്നാളിന്റെ ഭാഗമായ വെച്ചൂട്ടും ഐക്യബോധത്തിന്റെ ഉദാഹരണമാണ്. പലരായ നാം ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. വെച്ചൂട്ടിന് വേണ്ട കോഴിയും അരിയും വിറകും പല വീടുകളിൽ നിന്നുമാണ് പള്ളിയിൽ എത്തിക്കുന്നത്. വിറകും കയ്യിലെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് ഇടവാങ്ങൾ നടത്തുന്ന യാത്രയിലൂടെ അഹംബോധത്തെയാണ് ഇല്ലാതാക്കുന്നത്. അഹംബോധം നശിക്കുമ്പോൾ ഐക്യമുണ്ടാകുന്നു. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതുവാൻ ഈ യാത്ര സഹായിക്കുന്നു. പല വീടുകളിൽ നിന്നും എത്തിക്കുന്ന സാധനങ്ങൾ ദേവാലയത്തിൽ വെച്ച് ഒന്നിച്ച് പാകം ചെയ്ത് പങ്കിട്ട് ഭക്ഷിക്കുമ്പോൾ നാം ഒന്നായിത്തീരുകയാകുന്നു. ദേവാലയം നമ്മുടെ വീടായി തീരുകയാണ്. തിന്മയ്ക്കും അനീതികൾക്കുമെതിരെ പ്രതികരിക്കുവാനുള്ള ധൈര്യവും പോരാളിയായ ഗീവറി സഹദായുടെ പെരുന്നാൾ കൊണ്ടാടുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. സഹദാ എന്ന സുറിയാനി വാക്കിൽ സാക്ഷി എന്നാണ് അർത്ഥം. മാർട്ടിയേഴ്സ് അല്ലെങ്കിൽ രക്തസാക്ഷി എന്ന അർത്ഥത്തിലാണ് സുറിയാനിയിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസം ത്യജിക്കാതെ രക്തസാക്ഷിയാകുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുന്നതിന്റെ ഉദാഹരണമായി ആദിമ ക്രൈസ്തവ സഭ ചിന്തിച്ചിരുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച രക്തസാക്ഷികൾ രാപകൽ യാഗപീഠത്തിന് കീഴിൽ ദൈവത്തെ ആരാധിക്കുന്നതായി യോഹന്നാൻ കണ്ടു. യോഹന്നാൻ വെളിപാട് പുസ്തകം 7-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. രക്തസാക്ഷികൾ ദൈവസന്നിധിയിൽ ദൈവമുഖം കണ്ട് ആരാധിക്കുന്നു. അവർ സജീവമാണ്.
യാഗപീഠത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാമീപ്യം കൂടുതലായി അവർക്ക് ലഭിക്കുന്നു എന്നതാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ മാതൃകയായിട്ടാണ് എക്കാലവും രക്തസാക്ഷിത്വത്തെ സഭ കണക്കാക്കുന്നത്. സഹോദരന്മാരുടെ പെരുന്നാളുകൾ ഈ അടിസ്ഥാനത്തിലാണ് നാം ആചരിക്കുന്നതും അവരുടെ മധ്യസ്ഥത യാചിക്കുന്നതും. പിതാവായ ദൈവത്തിന് നമുക്ക് ഇടയിലുള്ള മധ്യസ്ഥനായ യേശു തമ്പുരാന്റെ ക്രൂശാരോഹണവും സ്നേഹവും മറന്നല്ല നാം സഹോദരന്മാരുടെ പെരുന്നാളുകൾ ആചരിക്കേണ്ടതും ആഘോഷിക്കുന്നതും. ഈ ചെറിയവല്ലൊരുത്തന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്കാകുന്നു ചെയ്യുന്നതെന്ന് സാക്ഷീകരിച്ച് ക്രിസ്തുവിന്റെ ത്യാഗത്തെയും സ്നേഹത്തെയും മറികടന്ന് നമ്മുടെ പെരുന്നാളുകൾ കേവലം ആഘോഷമായി മാറാതെ ദൈവസ്നേഹം പങ്കിടുവാൻ നമുക്ക് മുഖാന്തരങ്ങളാകണം. സഹോദരന്മാരുടെ പെരുന്നാളുകളിൽ പങ്കെടുക്കുന്ന നാം അവരുടെ സ്വഭാവത്തോട് താതാത്മ്യം പ്രാപിക്കുവാൻ അല്പമെങ്കിലും ശ്രമിച്ചെങ്കിൽ മാത്രമേ പെരുന്നാളുകൾ ആചരിക്കുന്നത് കൊണ്ട് യഥാർത്ഥ ഗുണം അനുഭവിക്കുവാൻ നമുക്കിടയാകുകയുള്ളൂ. സഹോദരന്മാരോട് നാം പ്രാർത്ഥിക്കുകയല്ല, അവരോട് നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ താഴ്മയോട് അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. യാഗപീഠത്തിന്റെ കീഴിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരുടെ സമൂഹം അവരുടെ സഭയിലെ അംഗങ്ങളായി ജീവനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒന്നാകുന്നു. എന്നാൽ സഹോദരന്മാരുടെ മധ്യസ്ഥത യേശുവിന്റെ മധ്യസ്ഥതയെ അവഗണിക്കുന്നതുമാകരുത്. സഹോദരന്മാരുള്ള മധ്യസ്ഥത കർത്താവിന്റെ മധ്യസ്ഥയോടെ സംയോജിക്കപ്പെടുകയും അത് നമ്മുടെ അനുഗ്രഹത്തിന്റെ ദൈവത്തിന്റെ നമ്മോടുള്ള കരുണയ്ക്കും കാരണമായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ പോരാളി ഗീവറി സഹദായി എന്ന് കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചിത്രമുണ്ട്. റോമൻ പടച്ചട്ട ധരിച്ച ശ്വാരുടനായ ഒരു യോദ്ധാവ്, കയ്യിലുള്ള നീണ്ട കൂർത്ത കുന്തം, രൗദ്രതയോടെ വായ് പിളർന്നിരിക്കുന്ന വ്യാളത്തിന്റെ അല്ലെങ്കിൽ പാമ്പിന്റെ വായിൽ കുത്തിയിറക്കി അതിനെ വകവരുത്തുന്നതായ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ കാണുന്നത് ഗീവറി സഹദായി എന്ന് കേൾക്കുമ്പോൾ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിയിരിക്കുന്ന വിശ്വാസികളെ അറിഞ്ഞ വെളിച്ചത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുവാൻ തന്നിലെ സർവ്വ അഹന്തങ്ങളെയും കഴുകി ശുദ്ധീകരിക്കുന്നവരായിരിക്കണം തീർത്ഥാടകൻ. അതായിരിക്കണം തീർത്ഥാടന കേന്ദ്രത്തെ അന്വേഷിക്കുന്ന തീർത്ഥാടകന്റെ ലക്ഷ്യം. നിർമ്മല ജലം ശരീരത്തെ ശുദ്ധിയുള്ളതാക്കി തീർക്കുന്നു. അതുപോലെ ശരീരത്തെ ആത്മീയ അനുഭവങ്ങൾ കാണുവാനുള്ള യോഗ്യതയുള്ളതാക്കി തീർക്കുക തീർത്ഥാടകന്റെ ആഗ്രഹമാകണം. ആരെ അന്വേഷിച്ചു പോയോ ആ വ്യക്തിയുടെ ആത്മീയ അനുഭവത്തെ സ്വീകരിക്കുവാനുള്ള ഒരുക്കമാകണം തീർത്ഥാടനത്തിൽ കാണേണ്ടത്. ഇന്ന് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നവർ വർദ്ധിച്ചു. എന്നാൽ അവിടെ ജീവിച്ച ആത്മീയ സുഗന്ധം മണ്ണിന് നൽകിയവരെ നാം വിസ്മരിച്ചു പോകുന്നുവോ എന്ന് സംശയിക്കുന്നു. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ശക്തി അവിടെ ജീവിച്ച വിശ്വാസത്തിന്റെ ദൈവപ്രഭയാണെന്ന് പ്രത്യേകം നാം മനസ്സിലാക്കണം. ഇന്ന് തീർത്ഥാടന കേന്ദ്രങ്ങളെ പ്രാപിക്കുന്നവർ ആ മണ്ണിലേക്ക് ദൈവ ചൈതന്യത്തെ പ്രവാഹമായി ഒഴുക്കിയവരെ കാണുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. അവിടെ ജീവിച്ച വിശുദ്ധന്റെ ശക്തി ആ മൺതരികൾക്കും അതിന് ചുറ്റുപാടും ലഭിക്കുമ്പോൾ അതിനെ അറിയുവാനും പ്രാപിക്കുവാനും ചെന്ന തീർത്ഥാടകൻ അതിന്റെ ഭാഗമായി മാറണം. തീർത്ഥാടകൻ അന്വേഷിച്ചു പോകേണ്ടത് ആ വിശുദ്ധനിലെ വിശുദ്ധിയെ പ്രാപിക്കുക എന്ന ലക്ഷ്യമാകണം. തീർത്ഥാടകനെ വിശുദ്ധീകരിക്കേണ്ടത് തന്റെ ഉള്ളിൽ നിന്ന് അനുതാപമായി പശ്ചാത്താപമായി ഉണ്ടാകുന്ന കണ്ണുനീർ കൊണ്ടാകണം. തീർത്ഥം കൊണ്ട് ശുദ്ധിയാകുന്നത് ബാഹ്യ ശരീരമാണെങ്കിൽ ആന്തരിക ശരീരം ശുദ്ധിയുള്ളതാക്കുവാൻ തീർത്ഥാടകരിൽ നിന്ന് കണ്ണുനീർ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ യാത്ര തീർത്ഥാടനമാകുന്നുള്ളൂ. കണ്ണുനീർ അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും വിശുദ്ധിയുടെയും ഭാഗമായി തീർത്ഥാടകരിൽ ഉണ്ടാകേണ്ടതാണ്. തീർത്ഥാടകൻ ഒരു തേജോഗോളമായി തീരുന്നിടമാണ് തീർത്ഥാടക കേന്ദ്രം. അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ പ്രകാശത്തെ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു അഭൗമ തേജസ് പ്രാപിച്ചിരിക്കണം. ജനങ്ങൾ ആ വിശുദ്ധിയെ അറിഞ്ഞ് ജാതിമതഭേദമന്യേ അംഗീകരിക്കുമ്പോൾ സഭാ നേതൃത്വം നൽകുന്ന സ്ഥാനമാണ് ആ സ്ഥലത്തിന് തീർത്ഥാടന കേന്ദ്രമെന്ന അംഗീകാരം.
അവിടെ ജീവിക്കുന്ന വിശുദ്ധന് കാലങ്ങളുടെ പഴക്കമുണ്ടാകാം. ഒരുപക്ഷെ ഈ വെളിച്ചത്തിലായിരിക്കാം നമ്മുടെ തീർത്ഥാടന പ്രഖ്യാപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ രീതിയിൽ തീർത്ഥാടനങ്ങൾ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നവർ സർവം ഉപേക്ഷിച്ച് നഗ്നപാതരായിട്ടാണ് യാത്ര തുടങ്ങുന്നത്. ആ വിശുദ്ധന്റെ ജീവിതം അല്പമായി സ്വീകരിക്കുവാനുള്ള ഒരുക്കമാണ് അതിൽ നിഴലിക്കുന്നത്. ആ വിശുദ്ധർ ഓർമ്മപ്പെടുന്നത് സർവവും ത്യജിക്കുകയും ഒന്നിനും അടിമപ്പെടാതിരിക്കുന്നതിലുമാണ്. മറ്റു മതവിഭാഗങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്രമീകരണങ്ങളിൽ നിന്ന് കഷ്ടതകളില്ലാത്ത തീർത്ഥാടന കേന്ദ്രങ്ങൾ കണ്ടു മടങ്ങുന്നവരായ ക്രിസ്ത്യാനികൾ ഈശ്വരനെ കാണുവാനുള്ള യാത്ര ഈശ്വരതുല്യം ജീവിച്ച വിശുദ്ധരിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു. ആ മണ്ണിൽ നിന്ന് വിശുദ്ധന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. കുഷ്ഠരോഗത്തിൽ വിമുക്തി നേടിയപ്പോൾ നയമാൻ മനസ്സിലാക്കുന്നു, കേവലം യോർദാൻ നദിക്ക് തന്നെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ പ്രവാചകനായ ഏലിശായുടെ ചുറ്റുമുള്ള മണ്ണിന്റെ ദിവ്യശക്തി എത്ര അധികമാണ്. ഭാരതീയ ആചാര്യർ ആ ശ്രമങ്ങളിൽ താമസിച്ചുകൊണ്ട് ആ പ്രകാശത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. അവർക്ക് ചുറ്റുമുള്ള ദൈവിക ശോഭ എത്രയെത്ര തലമുറകളെ അനുഗ്രഹിക്കുന്നു. നൂറ്റാണ്ടുകൾ കഴിയുന്തോറും വിശുദ്ധിയുടെ എണ്ണം വർദ്ധിക്കുന്നു. എന്നാൽ വിശുദ്ധരെ അന്വേഷിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ കണ്ട് മടങ്ങുന്ന നമ്മൾ അവരിലെ ജീവിതക്രമത്തെ എത്ര നിഷ്കളങ്കളെ പ്രാർത്ഥന എത്രമാത്രം സ്വീകരിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കണം. ഇവിടെ ഈ പാശ്ചാത്യ പൗരസ്ത്യ സഭകളെല്ലാം ജീവരിസകതായ അവിടെ വലിയ സ്ഥാനം പിടിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാൾ കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ കാതോലിക സഭകളും ആചരിക്കുന്നുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ വിശുദ്ധ ഗീവറി സഹതായെ വലിയ സഹതായ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ അവസാനം വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ആ അവസരത്തിലും മുട്ടുമേൽ നിന്നുകൊണ്ട് തനിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്ന ഒരു ഗീവറി സഹതായ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുമ്പോൾ വിശുദ്ധ ഗീവറി സഹത മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നാമും നമ്മുടെ ഹൃദയം തുറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണമായിരിക്കണം ഈ വരവ്. ആ വിശുദ്ധന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാ വിശ്വാസികളെയും ഈ അവസരത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മക്കളിൽ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ ജീവൻ പ്രദരാവർക്കും നൽകുന്നു. കബറുകളിൽ നിന്നവരവരോടെ ചെയ്തിടുന്നു. എന്റെ കമ്പാരം കർത്താവേ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനുള്ള പ്രാർത്ഥന ഏവരും ഏറ്റുകൊള്ളണം. എൻ്റെ കർത്താവേ
നിന്നെ വശിപ്പാ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ വശിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാവുന്ന ഭക്ഷണം മൂലം നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ നിന്റെ ജീവനുള്ള കാസാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനേ അപ്പം നീ കാണുന്നു. അവനെ മൺമായ ഭക്ഷിച്ചു മോഹം തെളിയും നീക്കം. കൃപേന്മാരുടെ തേരകുപാലി സ്ഥിരമീ മദ്ബഹ സ്വർഗ്ഗത്തിൻ സീനകളുണ്ടതിനെ ശുദ്ധിക്കൊണ്ട് ദൈവസുതൻ തിരുമേനിയല്ലോ മേശയിൽ ഇവിടെ മക്കളെടുത്ത മട്രോസിച്ച് പറയണം. വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഞങ്ങൾ
ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവുമ്പാകളും മുഖപ്രസന്നതയ്ക്കുമായി വിലയേറി നിന്റെ തിരുശരീരങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇതിൽ അനുഭവിച്ചിട്ടുള്ളവരും ഇതിൽ പരിശ്രമം സംബന്ധിപ്പാണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു വന്ന പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുത്. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണമേ. മരിച്ചോർക്കൊയിലേക്കും നാനേ ഭക്ഷണത്തിൽ പരിചയിച്ചിരുന്ന വായ്കളെ നിന്റെ ഏകപുത്രന്റെ ശരീരങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹമാക്കി തീർത്ത നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവും അവന്റെ കൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ വബുക്കോല സുബാൻ ലൗൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്കനുസര ഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന മശിഹ, നിന്റെ ആഗമനത്തിൽ നിത്യനാശത്തിന് ഞങ്ങളെ നീ ഇടയാക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. ഓശോ വബുക്കോല സുബാൻ ലൗൽമീൻ. ഇടം നാലോടിരുപതു തന്നിൽ മാർഗീ ബറുഗീസ് മശിഹായെ പ്രതി വീറോടു പീഡാമകുടം ചൂടി സകതാ ഞങ്ങളുടെ ദുഷ്കാലമിതിൽ പ്രാർത്ഥിക്കണമേ. ദുരിതം ദാത ദുരിതം പൂരിതമായിടണമേ.
മാനവപാപം പരിഹൃതമാവാൻ വധമേറ്റോ ഞാൻ യേശുവിനെ പ്രതി നിർദ്ദയദണ്ഡനമേറ്റൊരു സഹദാ മേടത്തിൽ നിൻ സ്മൃതി ചെയ്പോരെ ഓർത്തിടണമേ നിന്യാജനയാൽ ചേരണമിവരിൽ ശമവും സുഖവും മാതാവോയാ എന്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും വഴിയാഹാരങ്ങളോടും വരപ്രസാദത്തോടും കൂടി വിശുദ്ധി മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥന്മാരോട് സമീപസ്ഥരും മരിച്ചവരോട് ജീവനുള്ളവരും കർത്താവിന്റെ വിജയശ്രീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ രോഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, തെറ്റുകൾ ക്ഷമിക്കും. വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യും. എന്നാലോ ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന ഞങ്ങൾ നിങ്ങളുടെ എവിടെയും പ്രാർത്ഥനകളാൽ ഞങ്ങൾ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തെളിഞ്ഞ് തൃപ്തരായി സമാധാനത്താലേ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. അവിടുത്തെ പ്രാർത്ഥനയാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നൽകണമേ, ഞങ്ങളുടെ കാര്യങ്ങളെ ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നോട്ടിനോട് തന്നെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിൽ പ്രിയരെ, നമ്മുടെ പെരുന്നാളിൻ്റെ തലേ ദിവസം വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന അർപ്പിക്കുകയും പൊന്നിൻ കുരിശ് റോണോസിൽ സ്ഥാപിക്കുകയും ചെയ്യുന്ന പതിവാണല്ലോ നമുക്കുള്ളത്. അതനുസരിച്ച് ഇന്ന് ഈ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന അർപ്പിക്കുവാൻ തക്കവണ്ണം സുൽത്താൻ ബത്തേരി ഭദ്രാസന മെത്രാധിപനായ അഭിവന്യ ഏബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമനസ്സുകൊണ്ട് ഇവിടെ ആഗതനാകുകയും വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ശ്രദ്ധേയമായ ഒരു ദൂത് നമുക്ക് നൽകുകയും ചെയ്തു. വന്യ തിരുമേനിയോട് ഈ ഇടവകയ്ക്കുള്ള നന്ദി ഈ സമയത്ത് വിനയപൂർവ്വം രേഖപ്പെടുത്തുന്നു. സഹകാർമ്മികരായി വിശുദ്ധ കുർബാന അർപ്പിച്ച ബഹുമാനപ്പെട്ട പന്തനാൽ PM മാണിയച്ചൻ, കുര്യനുദപ്പച്ചൻ, ബഹുമാനപ്പെട്ട PM സക്കറിയാച്ചൻ എന്നീ മുൻ വികാരിമാരോടും അതുപോലെ തന്നെ ബോംബെ ഭദ്രാസനത്തിൽ ഇപ്പോൾ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അരിപ്പറമ്പ് സ്വദേശിയായ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോടും ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പൊന്നിൻ കുരിശ് ആഘോഷമായി പള്ളിയകത്തേക്ക് കൊണ്ടുവന്ന് വിശുദ്ധ മദ്ബഹായിലെ ത്രോണോസിൽ സ്ഥാപിക്കുന്നതാണ്. ട്രസ്റ്റിമാർ വടക്കുവശത്തുള്ള ലോകർണ സമീപത്തേക്ക് കുരിശ് പുറത്തെടുക്കുവാൻ വേണ്ടി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.